ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട പോലത്തെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന റീൽ അതെങ്ങനെ ഉണ്ടാക്കാം, എല്ലാവർക്കും എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമുക്കൊരു ആപ്ലിക്കേഷൻ വേണം. ആപ്ലിക്കേഷൻ്റെ പേര് ക്യാപ്പ് ഔട്ട് എന്നാണ്. ആ ആപ്ലിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിനകത്ത് ന്യൂ പ്രൊജക്റ്റ് അടിക്കുക. ന്യൂ പ്രൊജക്റ്റ് എടുത്തിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കുറച്ച് ആർട്ട് വർക്ക്സിൻ്റെ ആണ് ആ റീൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾ സ്റ്റാർട്ടിങ് കണ്ടതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആവശ്യത്തിന് നമുക്ക് എത്ര പിക്ചേഴ്സ് വേണോ, അതേപോലെ തന്നെ നമ്മുടെ ഓഡിയോ എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് സെലക്ട് ചെയ്യുക. പിക്ചേഴ്സ് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആഡ് അടിക്കുക. ആഡ് അടിക്കുമ്പോൾ ഇങ്ങനെ കംപ്രസിങ്ങിന് കാണിക്കും. എല്ലാവരും കംപ്രസ്സായിട്ട് നമുക്ക് ഓപ്പൺ ആക്കി. ഓക്കെ, ഇപ്പോൾ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാ പിക്ചേഴ്സും നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ പിക്ചേഴ്സും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ ഓഡിയോ ആഡ് ചെയ്യണം. ഓഡിയോ ആഡ് ചെയ്യാനായിട്ട് താഴെ ആഡ് ഓഡിയോ എന്നൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, ആഡ് ഓഡിയോ അടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്നെങ്കിൽ ഓഡിയോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് വീഡിയോ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള റീലും എല്ലാം കണ്ടിട്ടുള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ഓഡിയോ എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഓഡിയോ നമുക്കിങ്ങനെ നമ്മൾ ഫിംഗേഴ്സ് വെച്ച് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് എക്സ്പാൻഡ് ചെയ്ത് കാണാം. എന്ന് വെച്ചാൽ ഓരോ ബീറ്റും, ആ പാട്ടിൻ്റെ ഓരോ ബീറ്റും നമുക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കും. നമ്മൾ കൈ ജസ്റ്റ് സൂം ചെയ്യുന്ന പിക്ക് സൂം ചെയ്യുന്നത് പോലെ നമുക്ക് കാണാം. അതിനകത്ത് ആ ഓഡിയോ ക്ലിക്ക് ചെയ്തിട്ട് താഴെ നോക്കുമ്പോൾ നമുക്കൊരിക്കൽ ഒരു ഓപ്ഷൻ കാണാം, ആഡ് ബീറ്റ്. ഓക്കെ, ആഡ് ബീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ബീറ്റിൻ്റെ അവിടെയും ഇങ്ങനെ കാണാം, ഓരോ വേവ് കാണാം. അപ്പോൾ കറക്റ്റ് ഓരോ ബീറ്റ് എത്തുമ്പോൾ നമ്മൾ ആഡ് ബീറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു മഞ്ഞ കളർ ഡോട്ട്, ഒരു യെല്ലോ ഡോട്ട് അവിടെ വരെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ബീറ്റും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോ ബീറ്റിൻ്റെ അവിടെ എത്തുമ്പോഴും നമ്മളൊരു ആഡ് ബീറ്റ് കൊടുക്കുക. അങ്ങനെ യെല്ലോ കളർ ഫുള്ളാവുക. അപ്പോൾ നമ്മൾ എല്ലാം യെല്ലോ കളർ ആക്കിയിട്ടുണ്ട്. എല്ലാ ഡോട്ടും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. യെല്ലോ ഡോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കണക്റ്റ് ആ ഒരു യെല്ലോ ബീറ്റ്, ഒരു ബീറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മുടെ പിക്ക് സെലക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ആ ബീറ്റിൻ്റെ മേളിലുള്ള പിക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ആ സ്പ്ലിറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് പാർട്ട് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ കറക്റ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നിടത്ത് വെച്ച് 2 പാർട്ടാവും നമ്മൾ വീഡിയോ. അതിൻ്റെ സെക്കൻഡ് ആയിട്ടുള്ള 2 പാർട്ടാകുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സൈഡ് അവിടെ കിടന്നിട്ട് സെക്കൻഡ് സൈഡ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. കണ്ടോ, ഇപ്പോൾ ഫസ്റ്റ് സൈഡ് ഞാൻ സെലക്ട് ചെയ്തു, ബാക്കി സെക്കൻഡ് പാർട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതേപോലെ എല്ലാ പിക്ചേഴ്സിനും ചെയ്യണം. ഫുൾ പിക്ചേഴ്സിനും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതെല്ലാം കറക്റ്റ് ബീറ്റിനനുസരിച്ച് അറേഞ്ച് ആയി കിട്ടും. ഓക്കെ, അത് എല്ലാ ഇമേജസും ചെയ്യണം. ഞാനിപ്പോൾ എല്ലാം ഓരോന്നായിട്ട് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. മൊത്തം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഓഡിയോ പിന്നെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്കവിടെ പിക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ബാക്ക് അടിക്കുമ്പോൾ അത് നമുക്ക് ഫില്ലായി കിട്ടും. ഓക്കെ, എന്ന് വെച്ചാൽ അത്രയും നമുക്ക് ഓഡിയോ മതി എന്നുള്ള രീതിയിൽ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ മൊത്തം ഒന്ന് നോക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ടോ നോക്കുക. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇനി ഓഡിയോ കൂട്ടണമെങ്കിൽ സൈഡിലെ പ്ലസ് ബട്ടണിൽ നിൽക്കുമ്പോൾ നമുക്ക് വേറെ ഇമേജസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നല്ലപോലെ സൂം ചെയ്ത് വെക്കാം. അത് സൂം ഔട്ട് ആയെങ്കിൽ സൂം ഔട്ട് ചെയ്ത് വെക്കുക. നല്ലപോലെ സൂം ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഓരോ പിക്കും സെലക്ട് ചെയ്തിട്ട് അതിനകത്താണ് നമ്മളിനി ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ താഴെ ആനിമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസിനകത്ത് നമുക്ക് പെൻഡുലം 1, 2 എന്ന് 2 ഓപ്ഷൻ ഉണ്ട്. പെൻഡുലം 1, 2 ഏതെങ്കിലും എടുത്താൽ മതി, ഇഷ്ടമുള്ള എടുക്കാം. ഞാനിപ്പോൾ പെൻഡുലം 1 ആണ് എടുക്കുന്നത്. അപ്പം ഈ ഒരു ഓപ്ഷൻ വരുമ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ നോട്ട് അവൈലബിൾ എന്ന് കാണിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് VPN ഓൺ ആക്കേണ്ടി വരും. അപ്പം നമ്മൾ ആ എല്ലാ ഇമേജസിനും സെയിം എഫക്റ്റ് കൊടുക്കുക, സെയിം ആനിമേഷൻ കൊടുക്കുക. അപ്പോൾ എല്ലാ ഇമേജസും സെലക്ട് ചെയ്തിട്ട് പെൻഡുലം 1 എടുക്കുന്നെങ്കിൽ എല്ലാ ഇമേജസിനും പെൻഡുലം 1 തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു വേവ് കിട്ടും. അപ്പോൾ വേറെ എടുക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഒരേ പെൻഡുലം 1 എന്നുള്ള ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം സൂം ഔട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെ വന്നു. ഇപ്പോൾ ഓഡിയോ
ഇപ്പോൾ ഇല്ല, കാരണം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് വീഡിയോയ്ക്കകത്ത് ഓഡിയോ വരുന്നില്ല. പക്ഷേ നിങ്ങൾ പ്രിവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് ഔട്ട്പുട്ട്. ഇതിപ്പോൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടിയിരിക്കും. ഓക്കെ, ഇനി മേളിൽ ഒരു ആരോ മാർക്ക് ഉണ്ട് മേലോട്ടിരിക്കുന്നത്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സൈസിലൊക്കെ എക്സ്പോർട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ എക്സ്പോർട്ട് ആവുന്നതാണ്. അധികം ലാഗൊന്നും അടിക്കത്തില്ല, കാരണം ചെറിയ വീഡിയോ അല്ലേ. ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എക്സ്പോർട്ടായി കിട്ടും. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. താങ്ക് യു.